കാറ് ഓടിക്കുന്നതിനിടെ ഡ്രൈവർ തിരിഞ്ഞു നോക്കി. എന്നെ മനസ്സിലായോ? ഞാൻ ഷാഹിൻ്റെ ഫ്രണ്ടാണ്. കരച്ചിൽ മാറിയിട്ട് വേണ്ടേ നീ പറയുന്നത് കേൾക്കാൻ? ഇന്ന് ഇങ്ങോട്ട് വരാനുള്ളതാ. ഇനി നാളെ കരയാൻ കുറച്ച് കണ്ണുനീര് ബാക്കി വെക്കണേ. ഷാഹിൻ ചിരിച്ചുകൊണ്ട് അവളെ കളിയാക്കി. അത് കേട്ട് അവൾ ചിരിച്ചു. ഷാഹിൻ്റെ ഫ്രണ്ട് ഡ്രൈവിങ്ങിനിടെ തിരിഞ്ഞു നോക്കി ചിരിച്ചു. അവൻ അവളെ ചേർത്ത് പിടിച്ചു. കാറ് വീടിൻ്റെ കാർ പോർച്ചിലേക്ക് ചെന്ന് നിന്നു. അവർ രണ്ടുപേരും വണ്ടിയിൽ നിന്നും ഇറങ്ങി. ആ സമയം അകത്ത് നിന്ന് എല്ലാവരും പുറത്തേക്ക് വന്നു. ഷാഹിൻ്റെ ഉമ്മിച്ചി അവളുടെ കയ്യിൽ പിടിച്ച് അകത്തേക്ക് കയറ്റി. അവൾ വലത് കാല് വെച്ച് അകത്ത് കയറി. മോള് ഇവിടെ ഇരി എന്ന് പറഞ്ഞ് സെറ്റിൽ ഇരുത്തി. കുറെ പേര് ചുറ്റും കൂടി നിൽപ്പുണ്ടായിരുന്നു. ഓരോരുത്തരായി ഉമ്മിച്ചിയും അനീഷയും പരിചയപ്പെടുത്തി. ഇത് രണ്ടുപേരും വാപ്പച്ചിയുടെ പെങ്ങന്മാര്, മോളുടെ അമ്മായിമാര്. ആ സമയം അകത്ത് നിന്നൊരു ശബ്ദം കേട്ടു. എന്താ ശബ്ദം കേട്ടത്? പരീതിക്ക വീണു എന്ന് ആരോ അകത്ത് നിന്ന് പറയുന്നത് കേട്ടു. എല്ലാവരും അകത്തേക്ക് ഓടി. പോകുന്ന വഴി ഉമ്മച്ചി പറയുന്നുണ്ട്, ഇന്നലെ മുതൽ പറയുന്നുണ്ട് നെഞ്ചുവേദനയുടെ കാര്യം. എത്ര പറഞ്ഞതാ ഹോസ്പിറ്റലിൽ പോകാൻ, കേൾക്കണ്ടേ? കല്യാണം കഴിഞ്ഞിട്ട് പോകാനിരുന്നു. പെട്ടെന്ന് തന്നെ അകത്ത് നിന്ന് ഉച്ചത്തിൽ കരച്ചിൽ കേട്ടു. അവൾ ഇരുന്നിടത്ത് നിന്ന് ചാടി എഴുന്നേറ്റു. ശബ്ദം കേട്ടിടത്തേക്ക് ചെന്നെങ്കിലും എല്ലാവരും കൂടി വാപ്പച്ചീനെ എടുത്തു കൊണ്ടുപോയി വണ്ടിയിൽ കയറ്റി. കാറ് പോകുന്നതും നോക്കി അവൾ പുറത്തു നിന്നു. നല്ല കാൽവെപ്പ് വന്ന് കയറിയതേയുള്ളൂ എന്ന് പറഞ്ഞ് മൂത്ത അമ്മായി അകത്തേക്ക് പോയി. എന്ത് ചെയ്യണമെന്നറിയാതെ അവൾ കുറച്ച് സമയം അവിടെ തന്നെ നിന്നു. പിന്നെ പതിയെ അകത്തേക്ക് കയറി. അവിടെ കണ്ട സെറ്റിയിൽ ഇരുന്നു. അവിടെ ഇരുന്നവർ എന്തൊക്കെയോ പറയുന്നുണ്ട്. അതൊന്നും ശ്രദ്ധിക്കാനുള്ള മാനസികാവസ്ഥ അവൾക്കുണ്ടായിരുന്നില്ല. കുറേ സമയം കഴിഞ്ഞ് അവിടെ ആരുടെയോ മൊബൈൽ ശബ്ദിച്ചു. ഹലോ എന്ന് കേട്ടതോടൊപ്പം പെട്ടെന്ന് കരയുന്ന ശബ്ദം കേട്ട് ഇരുന്നിടത്ത് നിന്ന് അവൾ എഴുന്നേറ്റു. പോയി പരീത് പോയി, നമ്മളെയൊക്കെ ഇട്ടേച്ച് അവൻ പോയി എന്ന് മൂത്ത അമ്മായിയുടെ കരച്ചിൽ കേട്ട് അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. അല്പസമയം കഴിഞ്ഞപ്പോഴേക്കും ഉമ്മിച്ചിയും പെങ്ങൾ അനീഷയും കരഞ്ഞുകൊണ്ട് കയറി വന്നു. ഷഹാന അവരുടെ പുറകെ ചെന്നു. കമിഴ്ന്നടിച്ച് കിടന്ന് കരയുന്ന അനീഷയുടെ അരികിൽ ഇരുന്ന് തലയിൽ അവൾ തലോടി. തിരിഞ്ഞു നോക്കിയ അനീഷ കൈ തട്ടി മാറ്റി. അവളുടെ നെഞ്ചിൽ തീ പാളുന്നത് പോലെ തോന്നി. അവൾ അവിടെ നിന്ന് എഴുന്നേറ്റ് പോയി. ഇവളെ കണ്ടപാടെ കരഞ്ഞുകൊണ്ടിരുന്ന എളീമ അവളോടായി ഇങ്ങനെ പറഞ്ഞു. ഈ വീട്ടിലെ നെടും തൂണായിരുന്നു, എല്ലാം പോയില്ലേ? അവൾ കരഞ്ഞുകൊണ്ട് തൊട്ടടുത്ത് കണ്ട മുറിയിൽ അവിടെ കണ്ട കട്ടിലിൽ ഇരുന്നു. ഉടനെ തന്നെ മയ്യത്ത് കൊണ്ടുവന്നു ഹാളിൽ കൊണ്ടുവന്നിട്ട കട്ടിലിൽ കിടത്തി. ആരുടെയൊക്കെയോ കരച്ചിൽ കേൾക്കാം. പെട്ടെന്ന് മുറിയിലേക്ക് അവളുടെ ഉമ്മയും ഉപ്പയും വരുന്നത് കണ്ട് അവൾ ഇരുന്നിടത്ത് നിന്ന് എഴുന്നേറ്റ് ഓടിച്ചെന്ന് ഉപ്പയെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. അത് കണ്ട് ഉമ്മയും കരഞ്ഞ് അവളെ ചേർത്ത് പിടിച്ചു. അവൾ കല്യാണ ഡ്രസ്സ് ഒന്ന് മാറ്റാൻ പോലും സാധിക്കാതെ അവിടെ തന്നെ ഇരുന്നു. അവളുടെ കൊച്ചാപ്പയും എളീമയും വന്നപ്പോൾ അവൾക്കുള്ള ഡ്രസ്സുമായി വന്നു. ഉമ്മി അത് അവളുടെ കയ്യിൽ കൊടുത്തു. മോളത് മാറ്റി ഇത് ഇട്. അവൾ ആ മുറിയിലെ ബാത്റൂമിൽ കയറി ഡ്രസ്സ് മാറി വന്നു. അധികം വെച്ച് താമസിയാതെ യാസീനോദി ദുആ ചെയ്ത് മയ്യത്തെടുത്തപ്പോൾ എല്ലാവരും ഉച്ചത്തിൽ കരഞ്ഞു. അവളും മാറി നിന്ന് കരഞ്ഞു. ദിക്റ് ചൊല്ലി മയ്യത്ത് കൊണ്ടുപോയി. ഒരു മരവിപ്പ് പോലെ ആയിരുന്നു അവളുടെ മനസ്സ്. പതിയെ പതിയെ വന്നവർ എല്ലാവരും പോയി തുടങ്ങി. വേണ്ടപ്പെട്ടവർ മാത്രമായി വീട്ടിൽ. അവളുടെ അടുത്ത് ഉമ്മിയെ ആക്കിക്കൊണ്ട് ഉപ്പയും പോയി. അവൾ ഉമ്മിച്ചിയുടെ അടുത്ത് ചെന്നു. അവളെ കണ്ടതും അനീഷ അവിടെ നിന്ന് എഴുന്നേറ്റു പോയി. അവൾ ഉമ്മിച്ചിയുടെ ചേർന്ന് നിന്ന് വിളിച്ചു. എന്തിനാ ഉമ്മിച്ചിയെ വിളിക്കുന്നേ? കാല് വെച്ച് കയറിയതല്ലേയുള്ളൂ, അപ്പോഴേക്കും അമ്മാച്ചനെ തിന്നില്ലേ? വലിയമ്മായിയുടെ വർത്തമാനം കേട്ട് അവൾ ഒന്നും മിണ്ടാതെ നിന്നു. എന്നാലും ഒരതിശയമായി പോയി.
അവിടെ നിന്ന് ആരൊക്കെയോ അവളെ കുറ്റപ്പെടുത്തി കൊണ്ടിരിക്കുന്നു. ഉമ്മിച്ചി ഒന്നും മിണ്ടിയില്ല. അവൾ ആ മുറിയിൽ നിന്നും പോയി. അത് കേട്ട് ഷാഹിൻ അവളുടെ അടുത്തേക്ക് വന്നു. അവരൊക്കെ പഴയ ആൾക്കാരാ ഷഹാന, അത് കാര്യമാക്കേണ്ട നീ? ഏയ് ഇല്ല, അതൊന്നും കാര്യമാക്കിയില്ല. എന്നാലും വാപ്പച്ചി, അവൾ ഇത്രയും സമയം അടക്കി വച്ചിരുന്ന എല്ലാ സങ്കടങ്ങളും അവൻ്റെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല. അവൾ പൊട്ടിക്കരഞ്ഞു. അവൻ അവളെ തൻ്റെ മാറോട് ചേർത്ത് അവളുടെ കണ്ണുനീരിന് പങ്കാളിയായി. രാത്രി ഒരുപാട് വൈകി. അവൾ കുറേ സമയം കട്ടിലിൽ കിടന്നു അറിയാതെ ഉറങ്ങിപ്പോയി. കണ്ണു തുറന്നപ്പോൾ നേരം വെളുത്തിരുന്നു. ഷഹാന ഫ്രഷായി അടുക്കളയിലേക്ക് ചെന്നു. അടുക്കളയിൽ അമ്മായിമാർ രണ്ടും എളീമയും അടുക്കളയിലുണ്ട്. എളീമ ഒരു ഗ്ലാസ്സിൽ ചായയുമായി അടുക്കളയിൽ നിന്നും വരുന്നത് കണ്ട് അവൾ ചോദിച്ചു, ഉമ്മച്ചിക്കാണോ? എങ്കിൽ ഞാൻ കൊണ്ടുപോയി കൊടുക്കാം. ചായ ഇടാനറിയാമെങ്കിൽ കൊടുക്കാനുമറിയാം, ഒന്ന് മാറി നിൽക്കേ എന്ന് പറഞ്ഞ് എളീമ ഉമ്മച്ചിയുടെ മുറിയിലേക്ക് പോയി. അടുക്കളയിൽ ഓരോ പണിയിൽ ഏർപ്പെട്ടിരിക്കുന്ന അമ്മായിമാരുടെ അടുത്തേക്ക് അവൾ ചെന്നു. പുട്ട് ഞാൻ ചുടാം അമ്മായി. അവളുടെ വാക്ക് ശ്രദ്ധിക്കാൻ കൂട്ടാക്കാതെ അമ്മായി പണിയിൽ ശ്രദ്ധിച്ചു നിന്നു. അമ്മായി അവളെ ശ്രദ്ധിക്കാതെ ആയപ്പോൾ അവൾ അവിടെ നിന്ന് മാറി. അവൾ ഉമ്മിച്ചിയുടെ മുറിയിലേക്ക് ചെന്നു. അവൾ ഉമ്മിച്ചിയുടെ കയ്യിൽ പിടിച്ച് ചോദിച്ചു, ഞാൻ ഇവിടെ വന്ന് കയറിയത് കൊണ്ടാണ് വാപ്പച്ചി മരിച്ചത് എന്ന് എല്ലാവരെയും പോലെ ഉമ്മച്ചിയും വിശ്വസിക്കുന്നുണ്ടോ? അത് പറയുമ്പോൾ അവളുടെ കണ്ണ് നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു. ആ നേരം കൊച്ചാപ്പയും അമ്മായിമാരും മാമയും അവിടേക്ക് വന്നു. നീ ഇത്താത്താനെ കരഞ്ഞു കാണിച്ച് മനസ്സലിയിപ്പിക്കാമെന്ന് കരുതിയില്ലെങ്കിൽ അത് തെറ്റി. ഇനി ഷാഹിൻ്റെ പെണ്ണായി നിന്നെ കാണാൻ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട്. ഇനി ഇവിടെ നിൽക്കണം എന്നില്ല. ഇക്കാക്ക മരിച്ചത് കൊണ്ടാ ഇന്നലെ ഇവിടെ നിന്ന് പറഞ്ഞു വിടാതിരുന്നത്. കൊച്ചാപ്പയുടെ വാക്കുകൾ അവളുടെ നെഞ്ചിൽ തുളച്ചു കയറി. ആ സമയം അവളുടെ ഉമ്മി അവിടെ വന്നു. അവൾ ഉമ്മിയെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. മോള് എന്ത് എടുക്കാനുള്ളത് എന്ന് വെച്ചാ എടുത്തോ. അവർക്ക് നിന്നെ വേണ്ടായിരിക്കും, പക്ഷെ ഉമ്മിക്കും ഉപ്പാക്കും നിന്നെ വേണ്ടാന്ന് വെക്കാൻ പറ്റുമോ മോളെ? അവൾ തലേന്നിട്ട കല്യാണ സാരി ബാഗിലാക്കി പുറത്തേക്ക് ഇറങ്ങി. ആ സമയം ഷാഹിൻ അവിടേക്ക് വന്നു. ഷഹാന, നീ എവിടെ പോണു? അവളെ ഞങ്ങൾ കൊണ്ടുപോവാ. മോള് കാറിൽ കയറി. അവളുടെ ഉപ്പയുടെ വാക്ക് കേട്ട് അവൾ കാറിലേക്ക് കയറി. ആര് പറഞ്ഞിട്ടാ ഇപ്പോൾ അവളെ കൊണ്ടുപോകുന്നത്? ഷാഹിൻ്റെ ചോദ്യം കേട്ട് കാറിൻ്റെ ഡോറ് തുറന്ന് കാറിലേക്ക് കയറാൻ പോകുന്ന ഉപ്പ മറുപടി പറഞ്ഞു. മറ്റുള്ളവരുടെ കുറ്റപ്പെടുത്തലുകൾ കേൾക്കാൻ എൻ്റെ മോളെ ഇനി ഇവിടെ നിർത്തില്ല എന്ന് പറഞ്ഞ് ഉപ്പ കാറിൽ കയറി കാർ എടുത്തുപോയി. അവൻ കൊച്ചാപ്പാടെ നേരെ തിരിഞ്ഞു ചോദിച്ചു, കൊച്ചാപ്പ, എന്താ ഇവിടെ ഉണ്ടായേ? എന്തുണ്ടാവാൻ? ഞങ്ങൾക്ക് അവളെ നിന്റെ ഭാര്യയായി ഇവിടെ നിർത്താൻ താല്പര്യമില്ല. കൊച്ചാപ്പ എന്താ പറയുന്നേ? ഞാൻ നിക്കാഹ് ചെയ്ത് മഹർ കൊടുത്ത എൻ്റെ പെണ്ണാണ് അവൾ. ആ, അവൾ ഇവിടെയല്ലാതെ അവൻ പറഞ്ഞു നിർത്തി. നിങ്ങൾ എല്ലാവരും ഒന്ന് വിചാരിച്ചോ, എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഒരേ ഒരു ഭാര്യയേ ഉള്ളൂ, അത് ഷഹാന ആയിരിക്കും എന്നു പറഞ്ഞ് അവൻ അകത്തേക്ക് പോയി. അവൻ ഉമ്മച്ചിയുടെ അരികിൽ ചെന്നിരുന്നു. ഉമ്മച്ചി, ഉമ്മച്ചിക്ക് തോന്നിയോ ഷഹാന അവൾ വന്ന് കയറിയിട്ടാണ് വാപ്പച്ചി? അവൻ പറഞ്ഞു നിർത്തി. ഇല്ല മോനെ, ഉമ്മച്ചിക്ക് ഒരിക്കലും തോന്നിയിട്ടില്ല. വാപ്പച്ചിക്ക് അത്രേ ആയുസ്സുണ്ടായിരുന്നുള്ളൂ. ഉമ്മച്ചി അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു. അവൻ അവിടെ നിന്ന് എഴുന്നേറ്റ് പോയി. അവൻ മുറിയിലെ കട്ടിലിൽ കിടക്കുമ്പോൾ അനിയൻ ഷബീബ് മുറിയിലേക്ക് വന്നു. ഇക്കാക്ക, ഷബീബ് വിളിച്ചുകൊണ്ട് അവൻ്റെ അടുത്ത് ചെന്നിരുന്നു. ഇക്കാക്ക വിഷമിക്കേണ്ട, ഈ ഒരു സാഹചര്യത്തിലാണ് എല്ലാവരും അങ്ങനെ ചിന്തിക്കുന്നത്. ഇപ്പോൾ തൽക്കാലം ഇത്താത്ത അവിടെ നിൽക്കട്ടെ. ഒന്നില്ലെങ്കിലും എല്ലാവരുടെയും ചീത്ത കേൾക്കാതെ സമാധാനത്തോടെ ഇരിക്കാലോ. പിന്നീട് എല്ലാവരുടെയും ഈ ചിന്താഗതി മാറും. അപ്പോൾ ഇത്താത്താനെ കൂട്ടിക്കൊണ്ടുവരാലോ. തന്നേക്കാൾ 5 വയസ്സിന് ഇളയതാണെങ്കിലും അവൻ്റെ വാക്കുകൾ അവൻ്റെ മനസ്സിന് കുളിർമയേകി. ഉമ്മിച്ചിയുടെ ആങ്ങളെയും അമ്മായിമാരും ഉമ്മിച്ചിയുടെ അടുത്തേക്ക് ചെന്നു. ഷഹാനയെ ഈ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നാൽ
ഷാഹിൻ അവളെ വിളിച്ചു കൊണ്ടുവന്നാൽ പിന്നെ ഞങ്ങൾ ഈ പടി കടക്കില്ല. ഇത് എൻ്റെ മാത്രം തീരുമാനമല്ല, എല്ലാവരുടെയും കൂടിയാ. ഉമ്മച്ചിയുടെ പേര് സുബൈദ എന്നാണ്. സുബൈദ ഒന്നും മുണ്ടിയില്ല. ആ സ്ത്രീയുടെ കണ്ണുകൾ നിറഞ്ഞു.